ഹായ് എവരിവൺ, സെൽഫോൺ ഗുരു ട്രിക്സ് ആൻഡ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയൊരു സ്ലോ മോഷൻ വീഡിയോ കാണിച്ചു തരാം. അതായത് ഔട്ട്പുട്ടാണ്, അതെങ്ങനെയാണ് നമ്മൾ ഓപ്പോ സ്മാർട്ട് ഫോണിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള ടിപ്സാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ കാണാം. അപ്പോൾ ഓപ്പോ സ്മാർട്ട് ഫോണിൽ നമ്മൾ ഈ ഒരു സ്ലോ മോഷൻ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സ്ലോ മോഷൻ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറയിൽ മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ നമുക്ക് സ്ലോ മോഷൻ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ചത് ഓപ്പോൻ്റെ R17 Pro എന്ന് പറഞ്ഞ ഫോണാണ്. വീഡിയോ എടുത്തതിന് ശേഷം ഗാലറിയിൽ നിന്ന് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോൻ്റെ തൊട്ട് താഴെയുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഏറ്റവും താഴെയുള്ള ഈ ഒരു ഭാഗം അത് നമ്മുടെ വീഡിയോയുടെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ, ട്രിം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്തതിന് ശേഷം നമ്മൾ സ്ലോ മോഷൻ്റെ ജോലിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള പോർഷൻ അത് നമുക്ക് ഈ റെഡ് ബാർ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ആ റെഡ് ബാറിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു പോർഷൻ മാത്രമായിരിക്കും സ്ലോ മോഷൻ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം റെഡി ആയോന്ന് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നോർമൽ രീതിയിൽ അത് പ്ലേ ചെയ്യുകയും നമ്മുടെ സെലക്ട് ചെയ്ത ഭാഗം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്ലോ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് വർക്ക് ചെയ്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ചെല്ലുന്നത് ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്യാനായിട്ടാണ്. നമുക്ക് ഒരുപാട് മെനു അതിനകത്തുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ടർമാർക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്ത് ഞാൻ ഡൺ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അതിനകത്ത് സേവ് ആകും, ഫോൺ മെമ്മറിയിലേക്ക് നമുക്ക് സേവ് ആകും. അപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ടിക്ടോക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് വളരെ ചെറിയൊരു ടിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം.